നമസ്കാരം. ഭാരതത്തിലൊരു ശവസംസ്കാരം വിവാദമാവുകയാണ്. ഈ ശവസംസ്കാരവും അമ്പലത്തിൽ പോകുന്ന ചടങ്ങുകളും അല്ലെങ്കിൽ ആരാധനാക്രമങ്ങളും ഒക്കെ കാലാകാലങ്ങളായി, പ്രത്യേകിച്ച് ഈ സമീപകാലത്ത് വിവാദമാകുന്ന സംഭവങ്ങൾ നാം തുടരെ തുടരെ കണ്ടുകൊണ്ടിരിക്കുകയാണ്. അതും പ്രത്യേകിച്ച് ഒരു സമുദായമാണ് ഈ വിവാദത്തിന് ചുക്കാൻ പിടിക്കുന്നതെന്നുള്ളത് ദൗർഭാഗ്യകരമായിട്ടുള്ളൊരു സംഗതിയാണ്. ഈ പ്രത്യേക സംഭവം, അതിലേറ്റവും കൗതുകകരമായിട്ടുള്ള വസ്തുത, ഈ സംഭവം സത്യത്തിൽ നടക്കുന്നത് 2025 നവംബറിലാണ്. ആരെ സംബന്ധിച്ചാണ് ഈ ശവസംസ്കാരം നടന്നത് എന്നുള്ളത് ഒന്ന് ചുരുക്കി പറയാം. സഞ്ജയ് ഖാൻ എന്നൊരു നടനെക്കുറിച്ച് നിങ്ങൾ കേട്ടിട്ടുണ്ട്. നടനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്. പെട്ടെന്ന് ഓർമ്മ വരാൻ സാധ്യതയില്ല, എന്നാലും ആളുകൾക്ക് തിരിച്ചറിയുവാനായിട്ട് ഫിറോസ് ഖാൻ എന്ന ബോളിവുഡ് നടൻ്റെ, അതായത് താരത്തിൻ്റെ സഹോദരനാണ്. അതിലുപരി അദ്ദേഹത്തിൻ്റെ ഏറ്റവും വലിയ പ്രസിദ്ധമായ ഒരു കഥാപാത്രം സോർഡ് ഓഫ് ടിപ്പു സുൽത്താൻ എന്ന TV സീരിയലിൽ, ദൂരദർശനിൽ സംപ്രേഷണം ചെയ്തിരുന്ന TV സീരിയലിലെ ടിപ്പു സുൽത്താൻ്റെ കഥാപാത്രമാണ്. ആ സീരിയൽ അദ്ദേഹം തന്നെയാണ് നിർമ്മിച്ച് സംവിധാനം ചെയ്ത്. ആ സീരിയലിനിടയിൽ സ്റ്റുഡിയോയ്ക്ക് തീ പിടിച്ച് ഗുരുതരമായി പൊള്ളലേറ്റ അദ്ദേഹത്തിന് അത് തുടർന്നുള്ള ആരോഗ്യ പ്രശ്നങ്ങൾ ജീവിതകാലം മുഴുവൻ കൊണ്ട് നടക്കേണ്ടി വന്നിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പത്നിയും ഹൃതിക് റോഷൻ്റെ മുൻ ഭാര്യയായിരുന്ന സുസൈൻ ഖാൻ ഉൾപ്പെടെ 3 മക്കളുടെ മാതാവുമാണ് ഈ ശവസംസ്കാര ചടങ്ങിൽ മൃതദേഹമായിരുന്ന സെറീൻ ഖാൻ. മൃതദേഹമായിരുന്ന എന്ന് പറയേണ്ടി വരും, കാരണം സെറീൻ ഖാൻ്റെ ശവസംസ്കാരം സംബന്ധിച്ച വിവാദമാണ് ഇപ്പോൾ ഉയർന്നു വന്നിരിക്കുന്നത്. 81-ാം വയസ്സിൽ നവംബർ 7-ാം തീയതി 2025 നവംബർ 7-ാം തീയതി സെറീൻ ഖാൻ ഈ ലോകത്തോട് വിട പറഞ്ഞു. സെറീൻ ഖാൻ്റെ മകൻ സയ്യദ് ഖാൻ, അതായത് ഹൃതിക് റോഷൻ്റെ മുൻ ഭാര്യയുടെ സഹോദരനും ബോളിവുഡ് താരവുമായിരുന്നു. ഇപ്പോൾ അദ്ദേഹം അഭിനയിക്കുന്നതൊന്നുമില്ല. മെയ്ഹുന പോലുള്ള ചിത്രങ്ങളിൽ ഷാറൂഖ് ഖാൻ്റെ സഹോദരനായി അഭിനയിച്ച വ്യക്തിയാണ് ഈ സയ്യദ് ഖാൻ. അപ്പോൾ സയ്യദ് ഖാൻ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ആഗ്രഹമനുസരിച്ച് അദ്ദേഹത്തിൻ്റെ അമ്മയുടെ അന്ത്യകർമ്മങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരമാണ് ചെയ്തിരുന്നത്. കാരണം സയ്യദ് ഖാൻ തന്നെ പറയുന്നതനുസരിച്ച് ഒരു നദീതീരത്തൊരിക്കൽ അവർ ഇരുവരും അവരുടെ അവധിക്കാലം ചിലവഴിച്ചു കൊണ്ടിരുന്നപ്പോൾ നദിയിലേക്ക് നോക്കിയ അദ്ദേഹത്തിൻ്റെ അമ്മ അദ്ദേഹത്തോട് പറഞ്ഞത്, ഞാൻ മരിക്കുമ്പോൾ എൻ്റെ ചിതാഭസ്മം ഇതുപോലൊരു നദിയിൽ ഒഴുക്കണം, കാരണം ഞാൻ സ്വതന്ത്രയാകുവാൻ ആഗ്രഹിക്കുന്നു. ഈ വാക്കുകളാണ് കൃത്യമായി തൻ്റെ മാതാവ് തന്നോട് പറഞ്ഞതെന്നാണ് സയ്യദ് ഖാൻ ഇപ്പോൾ നമ്മളോട് പറയുന്നത്. ഈ വാക്കുകളുടെ ഒരു അർത്ഥം വ്യാപ്തി എന്ന് പറയുന്നത് വളരെ വിപുലമാണ്. കാരണം എന്ന് വെച്ചാൽ ആ ഒരു സ്വാതന്ത്ര്യത്തിലേക്കുള്ള ഒരു ആഗ്രഹം, അതെന്തായിരുന്നു സെറീൻ ഖാൻ ഉദ്ദേശിച്ചതെന്ന് പറയുവാൻ ഇന്ന് സെറീൻ ഖാൻ നമ്മളോടില്ല. പക്ഷേ അതിൻ്റെ ഒരു അർത്ഥവ്യാപ്തി വളരെ വലുതാണ്. പ്രേക്ഷകർ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കുക. ഞാൻ ചിന്തിച്ച് നോക്കിയപ്പോൾ കണ്ടെത്തിയ കാര്യങ്ങൾ അവതരിപ്പിക്കണമെങ്കിൽ മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും, ദൈർഘ്യമേറിയ മറ്റൊരു വീഡിയോ തന്നെ വേണ്ടിവരും. അതുകൊണ്ട് അതിന് മുതിരുന്നില്ല, ശവസംസ്കാരത്തിലേക്ക് തിരിച്ചു വരാം. സയ്യദ് ഖാൻ വളരെ ആചാരപൂർവ്വം തന്നെ അദ്ദേഹത്തിൻ്റെ അമ്മയുടെ ശവസംസ്കാരം 2025 നവംബറിൽ ഹൈന്ദവ ആചാരപ്രകാരം നടത്തി. അതിൻ്റെ ആ ശവസംസ്കാരത്തിൻ്റെ ആ ഹൈന്ദവ ആചാരത്തിലൂടെ ആചാരങ്ങൾ പിന്തുടർന്ന് നടത്തിയ ശവസംസ്കാരത്തിൻ്റെ വീഡിയോ ഈ സമീപകാലത്താണ് സാമൂഹ്യ മാധ്യമങ്ങളിൽ വൈറലായത്. അതേ തുടർന്ന് ഇസ്ലാമിക പണ്ഡിതന്മാർ പതിവ് പോലെ രംഗത്തിറങ്ങി. ഇസ്ലാമിക മതത്തിൽ ജീവിച്ചിരുന്ന ഒരു വ്യക്തി, അല്ലെങ്കിൽ ഒരു ഇസ്ലാമിക മതത്തിൽ വിശ്വസിച്ചിരുന്ന ഒരു വ്യക്തിയുടെ പത്നിയും ഒരു വ്യക്തിയുടെ മാതാവുമൊക്കെ ഇങ്ങനെ ശവസംസ്കാരം ചെയ്യുന്നത് ഹറാമാണ്, ഇത് അള്ളാഹ് പൊറുക്കില്ല തുടങ്ങിയ നിരവധി വിമർശനങ്ങൾ സയ്യദ് ഖാനും കുടുംബത്തിനും നേരെ ഇപ്പോൾ ഉയർന്നുകൊണ്ടിരിക്കുകയാണ്. ആലോചിച്ച് നോക്കൂ, 2025 നടന്നൊരു കർമ്മമാണിത്. അതിനെതിരെയുള്ള വിമർശനങ്ങളാണ് ഇപ്പോൾ വരുന്നത്. സയ്യദ് ഖാൻ എന്തായാലും വളരെ കൃത്യമായി തന്നെ അതിന് മറുപടികൾ നൽകുന്നുണ്ട്. അല്ലെങ്കിൽ ഒരു ഒറ്റ ഇതിൽ മറുപടികളായിട്ടല്ല, അവർ ഇതിനെ സംബന്ധിച്ച് ഗൗരവമേറിയൊരു കാര്യമായിട്ട് തന്നെ ഇതൊന്നും എടുക്കുന്നില്ല. അതുകൊണ്ട് തന്നെ ഒരേ ഒരു മറുപടിയിൽ അദ്ദേഹം അത് ഒതുക്കി, അമ്മയുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കുകയാണ് ഞാൻ ചെയ്തത്. എല്ലാ മതവും ഒരുപോലെ കാണുന്നൊരു കുടുംബമാണ് ഞങ്ങളുടേത്. അതുകൊണ്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങളൊന്നും ഞങ്ങളെ ബാധിക്കുന്ന കാര്യമല്ല, തന്നെയുമല്ല ഇത് ഞങ്ങളുടെ വ്യക്തിപരമായിട്ടുള്ള കാര്യമാണ്, നിങ്ങളൊന്നും ഇതിലിടപെടേണ്ട കാര്യമില്ല ഇന്ന് മുഖമടച്ചുള്ള മറുപടി കൊടുത്ത് സയ്യദ് ഖാൻ അവരുടെ ഭാഗത്ത് നിന്ന് ഈ വിഷയം സംബന്ധിച്ചുള്ളൊരു പ്രസക്തി അവസാനിപ്പിച്ചു. പക്ഷെ ഞാൻ ഈ വിഷയം നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിക്കുവാനുള്ളൊരു കാരണം, ഈ സംസ്കാരം, ഈ ശവമടക്ക് എന്ന് പറയുന്നത് ഇത്തരത്തിലുള്ളൊരു ഇസ്ലാമിക പണ്ഡിതന്മാരെ സംബന്ധിച്ച് എല്ലാ കാലത്തും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കിയിട്ടുള്ളൊരു കാര്യമാണ്. ഇസ്ലാമിക പണ്ഡിതന്മാരുടെ കാര്യത്തിൽ മാത്രമല്ല, സെമിറ്റിക് മതങ്ങളിൽ, ഈവൻ എന്താ പറയുക, ക്രിസ്ത്യൻ മതത്തിൻ്റെ കാര്യത്തിൽ പോലും വല്ലപ്പോഴുമൊക്കെ ഇത്തരത്തിൽ ശവസംസ്കാരം സംബന്ധിച്ച്, പ്രത്യേകിച്ച് ക്രിസ്ത്യൻ മതത്തിൽ ജനിച്ച ഒരാൾ കമ്മ്യൂണിസ്റ്റ് വിശ്വാസിയാണെങ്കിൽ അദ്ദേഹത്തിൻ്റെ ശവം എങ്ങനെ അടക്കം ചെയ്യണമെന്നുള്ളതിനെ സംബന്ധിച്ച് ഇടയ്ക്കിടെ വിവാദങ്ങൾ ഉയരാറുണ്ട്. പക്ഷേ അതൊരു സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ചൊരിക്കലും പോയി ഞാൻ കണ്ടിട്ടില്ല. പക്ഷേ ഇസ്ലാമിക മതത്തിനെ സംബന്ധിച്ച് പറയുമ്പോൾ ദൗർഭാഗ്യകരമെന്ന് പറയട്ടെ, പലപ്പോഴും
സഭ്യതയുടെ അതിർവരമ്പുകൾ ലംഘിച്ച് തന്നെ സാമൂഹ്യ മാധ്യമങ്ങളുടെ പ്രചാരത്തിന് ശേഷം ഇത്തരത്തിലുള്ള സംഭവങ്ങൾക്ക് നേരെയുള്ള വിമർശനങ്ങളുടെ ഒരു മുന പോയിട്ടുണ്ട്. സഭ്യതയുടെ അതിർവരമ്പുകളെല്ലാം ലംഘിച്ചുകൊണ്ട് തന്നെ പോയിട്ടുണ്ട് എന്നത് ദൗർഭാഗ്യകരമാണ്. ഇനി വിഷയത്തിലേക്ക് തിരിച്ചു വരാം. സയ്യിദ് ഖാൻ്റെ മാതാവ് സെറീൻ ഖാൻ്റെ അന്ത്യകർമ്മങ്ങളുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ ശ്രദ്ധയിൽപ്പെട്ടപ്പോൾ ഒരു കാര്യം എൻ്റെ ഓർമ്മയിൽ തെളിഞ്ഞു വന്നു. പുനത്തിൽ കുഞ്ഞബ്ദുള്ള സാഹിത്യകാരനായിരുന്നു, സാംസ്കാരിക നായകനായിരുന്നു. അദ്ദേഹത്തിൻ്റെ അന്ത്യകർമ്മങ്ങൾ എങ്ങനെ നടക്കണം എന്നത് സംബന്ധിച്ച് വിശദമായിട്ടുള്ളൊരു വീഡിയോ തന്നെ സാമൂഹ്യ മാധ്യമങ്ങളിലും ദൃശ്യമാധ്യമങ്ങളിലും ഈ മാധ്യമങ്ങളിലൂടെ എല്ലാം പുറത്തുവിട്ടിരുന്നു. അതായത് ഹൈന്ദവ ആചാരപ്രകാരമായിരിക്കണം എൻ്റെ ശവസംസ്കാരം എന്നുള്ള തൻ്റെ ആഗ്രഹം വളരെ വ്യക്തമായി തന്നെ അദ്ദേഹം പ്രകടിപ്പിച്ചിരുന്നു. പക്ഷേ അദ്ദേഹത്തിൻ്റെ മരണശേഷം അദ്ദേഹത്തിൻ്റെ മൃതശരീരം ഇസ്ലാമിക ആചാരപ്രകാരം പള്ളിയിലാണ് അടക്കം ചെയ്യപ്പെട്ടത്. മാധവിക്കുട്ടിയും അവരുടെ അന്ത്യകാലത്ത് ഇത്തരത്തിലുള്ളൊരു ആഗ്രഹം പ്രകടിപ്പിച്ചിരുന്നതായി പലരും പറയുന്നുണ്ട്. ലീല മേനോനെ പോലെയുള്ളവർ പല കാലങ്ങളിലായി പല മാധ്യമങ്ങളിലൂടെ കേരള സമൂഹത്തോട് വിളിച്ചു പറഞ്ഞതാണ് മാധവിക്കുട്ടിയുടെ അന്ത്യകാലത്തുള്ള അഭിലാഷം ഹൈന്ദവ മതത്തിലേക്ക് തിരിച്ചു വന്ന് മരണത്തിന് ശേഷമുള്ള കർമ്മങ്ങൾ ഹൈന്ദവ ആചാരപ്രകാരം നിർവഹിക്കപ്പെടണമെന്നുള്ളതായിരുന്നു എന്ന മാധവിക്കുട്ടിയുടെ ആഗ്രഹം ലീലാ മേനോനെ പോലുള്ളവർ കേരള സമൂഹത്തിൻ്റെ മുമ്പിൽ തുറന്നു പറഞ്ഞിട്ടുള്ളതാണ്. എന്നിരുന്നാലും മാധവിക്കുട്ടിയുടെ കുടുംബം ഇപ്പോൾ അത് നിഷേധിക്കുന്നു. അമ്മയ്ക്ക് അങ്ങനെ ഒരു ആഗ്രഹവും ഉണ്ടായിരുന്നില്ല. ഇസ്ലാമിക വിധി പ്രകാരം ജീവിച്ച് മരിച്ച ഒരു വ്യക്തി എന്നുള്ള നിലയിൽ പാളയം പള്ളിയിൽ തന്നെ അടക്കം ചെയ്തുള്ളൂ എന്ന് ഒരു വിശാല മനസ്കരായി തന്നെ മാധവിക്കുട്ടിയുടെ കുടുംബം ഇസ്ലാമിക സമൂഹത്തിന് ആ ഒരു അനുവാദം നൽകി. അതുകൊണ്ട് തന്നെ ആ വിവാദം കൂടുതൽ കത്തിപ്പടർന്നില്ല. പുനത്തിൽ കുഞ്ഞബ്ദുള്ളയുടെ കാര്യത്തിലും ഹൈന്ദവ സമൂഹം അദ്ദേഹത്തിൻ്റെ ഈ ഒരു ആഗ്രഹം സാധിച്ചു കൊടുക്കാൻ മുന്നിട്ടിറങ്ങിയതുപോലെ ഹൈന്ദവ സമൂഹം എല്ലാ കാലത്തും അങ്ങനെ തന്നെയാണ് പെരുമാറിയിട്ടുള്ളത്. അവരുടെ ആഗ്രഹം അതാണ്, കുടുംബത്തിൻ്റെ ആഗ്രഹം അതാണെങ്കിൽ ഞങ്ങളെന്തിന് മതപരമായിട്ടുള്ള ആചാരം പറഞ്ഞ് ഇത്തരത്തിലൊരു കുഴപ്പമുണ്ടാക്കണം? കാരണം ഒരു സെമറ്റിക് മനോഭാവം ഒരിക്കലും ഹൈന്ദവ മതത്തിനുണ്ടാവാറില്ല. ഞങ്ങളുടെ ആചാരപ്രകാരം തന്നെ അദ്ദേഹത്തിൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. ഇപ്പോൾ സെറീൻ ഖാൻ്റെ ആഗ്രഹം അങ്ങനെയായിരുന്നു. സയ്യദ് ഖാൻ തീരുമാനിക്കുകയാണ്. അതൊന്നും കാര്യമല്ല. പൊതുസമൂഹം അത് അറിഞ്ഞാൽ തന്നെ സയ്യദ് ഖാൻ ഇനിയിപ്പോൾ സ്വന്തം മാതാവിൻ്റെ മൃതശരീരം പള്ളിയിൽ അടക്കം ചെയ്യുവാനാണ് തീരുമാനിക്കുന്നതെങ്കിൽ വലിയ പ്രശ്നങ്ങളൊന്നും അതിനെ സംബന്ധിച്ചുണ്ടാകാൻ പോകുന്നില്ല. പക്ഷെ മറുവശത്ത് അങ്ങനെയല്ല കാര്യങ്ങൾ. അതാണ് പറഞ്ഞത്. ഒരു ശവമടക്ക് പോലും മതപരമായിട്ടുള്ള ഒരു തീവ്ര വിചാരങ്ങളെ തൊട്ടുണർത്തുന്നുണ്ടെങ്കിൽ ആ വികാരങ്ങൾ ഒരു രാഷ്ട്രത്തിൻ്റെ ഭദ്രതയ്ക്ക് സുരക്ഷയ്ക്ക് ഭൂഷണമാണോ എന്നുള്ളത് ഒരു രാഷ്ട്രം ചിന്തിക്കേണ്ട കാര്യമാണ്. രാഷ്ട്രവാസികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ദേശവാസികൾ ചിന്തിക്കേണ്ട കാര്യമാണ്. ഇത്രയും കാര്യങ്ങൾ നിങ്ങളുടെ മുമ്പിൽ അവതരിപ്പിച്ചത് ഈ ഒരു കാര്യം പറയാനാണ്. കാരണം ഇതെല്ലാം ആത്യന്തികമായി ചെന്ന് നിൽക്കുന്നത് ഒരു രാഷ്ട്രത്തിൻ്റെ ഒരു ഭദ്രതയിലേക്കും സുരക്ഷയിലേക്കും സ്വസ്ഥമായ ഒരു ജീവിതചര്യകൾ കൊണ്ടുപോകുവാനുള്ള ദേശവാസികളുടെ ഒരു അധികാരത്തിലേക്കുമാണ്. അതിനെല്ലാം തടസ്സം സൃഷ്ടിക്കുന്ന തരത്തിൽ ഏതെങ്കിലും സെമറ്റിക് മതത്തിൻ്റെ പണ്ഡിതന്മാർ ഇത്തരത്തിലുള്ള വിമർശനങ്ങളും എതിർപ്പുകളുമായി സമൂഹത്തിൻ്റെ മധ്യത്തിലേക്ക് ഇറങ്ങുന്നുണ്ടെങ്കിൽ അത് സാമൂഹ്യ മാധ്യമങ്ങളിലൂടെ ആകട്ടെ, നേരിട്ട് ഏതെങ്കിലും പൊതുവേദികളിലൂടെ ആവട്ടെ, പൊതുമണ്ഡലങ്ങളിൽ ഏത് തരത്തിലുള്ള ഒരു പ്രത്യക്ഷപ്പെടലിലൂടെ ആകട്ടെ, ഇത്തരത്തിലുള്ള ഒരു വിമർശനങ്ങളും എതിർപ്പുകളുമായി ഏത് മതപണ്ഡിതൻ ഇറങ്ങിയാലും അവർ എതിർക്കപ്പെടേണ്ടവർ തന്നെയാണ്. ആ മതാചാരങ്ങൾ നിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്. കാരണം ആത്യന്തികമായി ജനനം, വിവാഹം, ആഹാരം ഇവതെല്ലാം വ്യക്തിപരമായിട്ടുള്ള കാര്യങ്ങളാണ്. മതവിശ്വാസങ്ങൾ സംബന്ധിച്ചുള്ള ആഹാരം സംബന്ധിച്ചുള്ള പ്രശ്നങ്ങൾ പശുവിൻ്റെ കാര്യത്തിലായാലും പന്നിയുടെ കാര്യത്തിലായാലും രാജ്യത്തുടനീളം നിലനിൽക്കുന്നുണ്ട്. അത് കാലാകാലങ്ങളായി നിലനിൽക്കുന്നുണ്ട്. അതിൻ്റെ തെറ്റോ ശരിയോ സംബന്ധിച്ചിട്ടുള്ളൊരു വാദപ്രതിവാദം വേണമെങ്കിൽ മറ്റൊരവസരത്തിലാകാം. പക്ഷേ ജനനവും മരണവും സംബന്ധിച്ചിട്ടുള്ള തീരുമാനങ്ങൾ വ്യക്തിപരം തന്നെയായിരിക്കണം. എപ്പോൾ ജനിക്കണം, എപ്പോൾ മരിക്കണം എന്നുള്ള തീരുമാനമല്ല. ജനിച്ചതിന് ശേഷം എങ്ങനെ ജീവിക്കണം, ഒരു രാജ്യത്തിൻ്റെ ഭരണഘടനയ്ക്കുള്ളിൽ ഒതുങ്ങി, അല്ലാതെ തോന്നിയതുപോലെ ഫ്രീക്കനായി കഞ്ചാവും അടിച്ച് പൊതുമധ്യത്തിൽ കൊക്കൈനും വലിച്ച് ഇല്ലാത്ത തോന്നിയവാസങ്ങളെല്ലാം കാണിച്ച് ജീവിക്കുന്ന കാര്യത്തിനെ അല്ല പറഞ്ഞത്. സ്വതന്ത്രമായി ഒരു നിയമാനുസൃതമായി എങ്ങനെ ജീവിക്കണമെന്നുള്ള തീരുമാനവും മരണശേഷം സ്വന്തം മൃതശരീരം എന്ത് ചെയ്യണമെന്നുള്ള ആഗ്രഹം സ്വന്തം ബന്ധുജനങ്ങളോടോ മിത്രങ്ങളോടോ പ്രകടിപ്പിക്കുവാനുള്ളൊരു സ്വാതന്ത്ര്യവും ഓരോ വ്യക്തിയിലും നിക്ഷിപ്തമാണ്. അത് തടയുവാനോ അതിനെ ചോദ്യം ചെയ്യുവാനോ ഒരു മതപണ്ഡിതനും അധികാരമില്ല. അങ്ങനെയുള്ള അധികാരങ്ങളുണ്ട് എന്ന് തെറ്റിദ്ധരിക്കുന്ന ഏതെങ്കിലും സെമറ്റിക് മതപണ്ഡിതൻ നമ്മുടെ രാഷ്ട്രത്തിൽ ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അവർ എതിർക്കപ്പെടേണ്ടവരാണ്. അവരുടെ ആ ആശയങ്ങൾ, അവർ മുന്നോട്ട് വയ്ക്കുന്ന മതാചാരങ്ങൾ തീർത്തും നിഷേധിക്കപ്പെടേണ്ടത് തന്നെയാണ്.
വീണ്ടും കാണാം. നന്ദി, നമസ്കാരം. HIV അണുബാധ സന്തോഷപൂർണമായ ഒരു ജീവിതത്തിന് തടസ്സമല്ല. HIV അണുബാധയ്ക്ക് ഫലപ്രദമായ ചികിത്സ ഇന്ന് ലഭ്യമാണ്. ഇതിന് യഥാസമയം അണുബാധ കണ്ടെത്തുന്നതും കാലേക്കൂട്ടി ചികിത്സ നടത്തേണ്ടതും അത്യാവശ്യമാണ്. സൗജന്യമായ ചികിത്സയും മാർഗനിർദ്ദേശങ്ങളും സർക്കാർ ആശുപത്രികളിലെ ART അഥവാ ഉഷസ് കേന്ദ്രങ്ങളിൽ ലഭ്യമാണ്. ആരോഗ്യ സംരക്ഷണം ഓരോരുത്തരുടെയും ഉത്തരവാദിത്തമാണ്.